പിടിച്ചില്ല. പക്ഷെ ഇറാഖിനെ പിടിച്ചു, സദ്ദാം ഹുസൈനെ കൊന്നുകളഞ്ഞു. എണ്ണ പാടങ്ങൾ, ഈ പറയുന്ന എണ്ണ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും അമേരിക്കക്ക് കയ്യിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ മലയാളികൾ എത്രയോ ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലാണ് ബോംബ് വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? ഇവിടങ്ങളിലൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ്. ആ അമേരിക്കയാണ് ഇറാനെ ആക്രമിക്കുന്നത്. ആ സൈനിക താവളങ്ങളിലേക്കാണ് തിരിച്ചടി ഉണ്ടാവുന്നത്. അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സംസ്ഥാനം. എന്തിനു വേണ്ടി? അമേരിക്കക്ക് ലോകത്തിന്റെ കമ്പോളത്തെ കീഴടക്കണം. ആ കമ്പോളത്തെ കീഴടക്കുന്നതിന് വേണ്ടി സൈനികമായി ആക്രമിക്കുക. ഇനി ഇതേ നിലയാണെങ്കിൽ അമേരിക്കക്ക് വേണമെങ്കിൽ ഈ കേരളത്തിൽ വന്ന് സാമ്രാജ്യത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിന്റെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയിക്കൂടെ? ഇങ്ങനൊരു അവസ്ഥ ലോകയുദ്ധഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ലല്ലോ. വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളെ കൊണ്ടുപോയി നേരെ ആക്രമിച്ച് കീഴടക്കി പിടിച്ചുകൊണ്ടുപോവുക, കൊലപ്പെടുത്തുക. അത് കണ്ടിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുട്ടടിച്ചു നിൽക്കുന്ന അപമാനകരമായ സ്ഥിതിയല്ലേ ഉണ്ടാവുന്നത്. എന്നിട്ട് അമേരിക്ക പറയുന്നതിന് നേരെ കുട്ടൂരം എഴുതി കൊടുക്കുക, നമ്മുടെ നാട്ടിലെ കർഷകരെ തീരെഴുതി കൊടുക്കുക. RSSകാരും BJPക്കാരും നാട്ടിൽ പറയുന്നതൊക്കെ വിചാരിക്കും ദേശസ്നേഹം. ഇവന്റെ ദേശസ്നേഹം എന്ന് പറഞ്ഞ എന്ത് ദേശസ്നേഹ? എന്താ വലിയ നെറ്റളവുള്ള പ്രധാനമന്ത്രി, നാട്ടിലുള്ള പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വൃത്തി